ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത്. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. നാരായണീയ പഠന ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളിപ്പോൾ 4ാമത്തെ ദശകത്തിൽ 5 ശ്ലോകം പഠിച്ചു കഴിഞ്ഞു. ഭഗവാനെ ഭജിക്കാൻ തുടങ്ങുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി യമം, നിയമം, ആസനം, പ്രാണായാമം തുടങ്ങിയിട്ടുള്ള അഷ്ടാംഗ യോഗ അനുഷ്ഠാനം കൊണ്ട് നിർവികൽപ്പ സമാധിയിൽ എത്തിച്ചേരാനായിട്ട് അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സമാധിയിൽ നിന്നും നമ്മൾ ചുതി വരുമ്പോൾ ധാരണ തുടങ്ങിയിട്ടുള്ള അഷ്ടാംഗ യോഗ അഭ്യാസം കൊണ്ട് അദ്ദേഹം മനസ്സിനെ അതിലേക്ക് നിർത്തി നിർവികൽപ്പ സമാധിയിൽ എത്തിച്ചേരാണിപ്പോൾ. അടുത്ത ശ്ലോകം 6ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസത്തെ. ധ്യായതാം സകലമൂർത്തിമീദൃശീമുന്മിഷൻ മധുരതാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസത്തെ. ഒന്നുകൂടി ചൊല്ലാം. ധ്യായതാം സകലമൂർത്തിമീദൃശീമുന്മിഷൻ മധുരതാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസത്തെ. പദച്ഛേദം ചെയ്യാനുള്ളത് 1ാമത്തെ വരിയിൽ സകളമൂർത്തിമീദൃശീമുന്മിഷൻ മധുരതാഹൃതാത്മനാം. സകളമൂർത്തിം പ്ലസ് ഈദൃശീം പ്ലസ് ഉന്മിഷൻ മധുരതാഹൃതാത്മനാം. ഒന്നുകൂടി പറയാം. സകളമൂർത്തിം പ്ലസ് ഈദൃശീം പ്ലസ് ഉന്മിഷൻ മധുരതാഹൃതാത്മനാം. അടുത്തത് സാന്ദ്രമോദരസരൂപം പ്ലസ് ആന്തരം. സാന്ദ്രമോദരസരൂപമാന്തരം. സാന്ദ്രമോദരസരൂപം പ്ലസ് ആന്തരം. അടുത്തത് ബ്രഹ്മരൂപം പ്ലസ് അയി. ബ്രഹ്മരൂപമയി. ബ്രഹ്മരൂപം പ്ലസ് അയി ബ്രഹ്മരൂപമയി. തേ പ്ലസ് അവഭാസത്തെ തേവ ഭാസത്തെ. തേ പ്ലസ് അവഭാസത്തെ തേവ ഭാസത്തെ. ഇനി ഓരോ വാക്കിൻ്റെയും അർത്ഥം പറയാം. ധ്യായതാം ധ്യാനിക്കുന്നവരുടെ. ധ്യാനിക്കുന്നവർക്ക് എന്നും അർത്ഥമുണ്ട്. സകലമൂർത്തിം കലകളോട് കൂടിയ മൂർത്തിയെ. കല എന്ന് വെച്ചാൽ ഇവിടെ അവയവങ്ങൾ എന്നർത്ഥം. സകല എല്ലാ അവയവങ്ങളോടും കൂടിയ കരചരണങ്ങളോടു കൂടിയ മൂർത്തിയെ, വിഗ്രഹത്തെ. ഈദൃശീം ഇത്തരത്തിലുള്ള, ഇപ്രകാരമുള്ള എന്നർത്ഥം. ഉന്മിഷൻ മധുരതാഹൃതാത്മനാം. ഉന്മിഷൻ എന്ന് വെച്ചാൽ വർദ്ധിച്ചു വരുന്ന, മധുരത മാധുര്യം, വർദ്ധിച്ചു വരുന്ന മാധുര്യത്താൽ ഹൃതമായ അപഹൃതമായ ആത്മനാം മനസ്സുകൾക്ക് എന്നർത്ഥം. വർദ്ധിച്ചു വരുന്ന മാധുര്യരസത്താൽ അപഹൃതമായ മനസ്സോടുകൂടിയവർക്ക് എന്നർത്ഥം.
ഉന്മിഷൻ മധുരതാഹൃതാത്മനാം വർദ്ധിച്ചു വരുന്ന മാധുര്യരസത്താൽ അപഹൃതചിത്തരായിട്ടുള്ള എന്നർത്ഥം. സാന്ദ്രമോദരസരൂപം സാന്ദ്രമായ കട്ടിയായ ഘനീഭവിച്ച മോദം, മോദം സന്തോഷം, മോദരസം സന്തോഷം കൊണ്ടുള്ള രസം, സാന്ദ്രീഭവിച്ച സന്തോഷം കൊണ്ടുള്ള ആനന്ദം കൊണ്ടുള്ള രസം, അങ്ങനെയുള്ള രൂപമാണ് ഭഗവാന്റെ രൂപം. നമ്മൾ ഒന്നാമത്തെ ദശകത്തിൽ ഒന്നാമത്തെ ശ്ലോകത്തിൽ പഠിച്ചു. സാന്ദ്ര ആനന്ദാവബോധാത്മകം അനുപമിതം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ മൂർത്തിയെ ധ്യാനിക്കുന്ന ആൾക്കാർക്ക് സാന്ദ്രമോദരസരൂപമായിട്ടുള്ള ഭഗവാന്റെ വർദ്ധിച്ച കട്ടിയായ സാന്ദ്രീഭവിച്ച ഘനീഭവിച്ച ആനന്ദം രസം കൊണ്ട് ആനന്ദരസസ്വരൂപമായിട്ടുള്ള ആന്തരം എന്ന് വെച്ചാൽ മനസ്സിൽ എന്നർത്ഥം. ആന്തരം അന്തർഭാഗത്ത്, ഉള്ളിൽ, മനസ്സിൽ എന്നർത്ഥം. ബ്രഹ്മരൂപം, ബ്രഹ്മരൂപം പരബ്രഹ്മരൂപം, പരമാത്മാവിൻ്റെ രൂപം. അയി എന്ന് വെച്ചാൽ അല്ലയോ, വിളിക്കുകയാണ്, സംബോധനയാണ്. അല്ലയോ ഭഗവാനെ എന്നാണ് വിളിക്കുകയാണ്. തേ എന്ന് വെച്ചാൽ നിൻ്റെ, അങ്ങയുടെ. അവഭാസതേ ശോഭിക്കുന്നു. ഇപ്പോൾ ഓരോ വാക്കിൻ്റെയും അർത്ഥം നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഓരോ അർത്ഥമനുസരിച്ച് അന്വയക്രമത്തിൽ അർത്ഥം പറയാം. ഐ എന്ന് വെച്ചാൽ വിളിക്കുകയാണ്. ഒരു കാര്യം ഒരാളെ വിളിച്ചിട്ടാണ് പറയണത്. ഭഗവാനോടാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറയണത്. ഇപ്പം ധ്യാനാണ് ഇതിൽ പറയണത്. ധ്യായതാം ധ്യാനിക്കുന്നവരുടെ. ആരെ ധ്യാനിക്കുന്നു? സകളമൂർത്തിയായിട്ടുള്ള ഭഗവാനെ. സകളമൂർത്തി എന്ന് വെച്ചാൽ കൈകാലുകളോടുകൂടിയ. നമ്മൾ നേരത്തെ ഭഗവാന്റെ വിഗ്രഹം കണ്ടു, പലവട്ടം കണ്ടു, മനോഹരമായ വിഗ്രഹം കണ്ടു. സകല അവയവങ്ങളോടും കൂടിയ ഈദൃശീം സകളമൂർത്തിം ധ്യായതാം. ഇത്തരത്തിലുള്ള സകളമൂർത്തിയായ കരചരണങ്ങളോടു കൂടിയ മൂർത്തിയെ, ശരീരത്തെ ധ്യായതാം ധ്യാനിക്കുന്നവരും. ഉന്മിഷൻ മധുരതാഹൃതാത്മനാം വർദ്ധിച്ചു വരുന്ന മാധുര്യരസത്താൽ അല്ലെങ്കിൽ പരമാനന്ദരസത്താൽ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരുമായ കരചരണങ്ങളോടുകൂടിയ ഭഗവാന്റെ ശരീരത്തെ ധ്യാനിക്കുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലെ പരമാനന്ദ രസം അങ്ങനെ വർദ്ധിച്ചു വരികയാണ്. പരമാനന്ദ രസത്താൽ, അങ്ങയുടെ വർദ്ധിച്ചു വരുന്ന മാധുര്യ രസത്താൽ അപഹരിക്കപ്പെട്ട മനസ്സോടു കൂടിയവരായിട്ടുള്ള ജനങ്ങൾക്ക്, ആരാണോ ഭഗവാനെ ധ്യാനിക്കുന്നത് ആ ജനങ്ങൾക്ക്, ഞാനും ധ്യാനിക്കാൻ പോവുകയാണ്. മേൽപ്പത്തൂർ പറയാണ്, ഞാനും ധ്യാനിക്കാൻ പോവുകയാണ്. ആരൊക്കെ ധ്യാനിക്കുന്നുവോ, ഏതെല്ലാം യോഗികൾ ധ്യാനിക്കുന്നുവോ, ഏതെല്ലാം ഭക്തർ ധ്യാനിക്കുന്നുവോ അവർക്കൊക്കെ തേ അങ്ങയുടെ സാന്ദ്രമോദ രസരൂപം. സാന്ദ്രമോദം, മോദം സന്തോഷമാണ്. സാന്ദ്രമോദം ഘനീഭവിച്ച കട്ടിയായ സന്തോഷരസം കൊണ്ടുള്ള സാന്ദ്ര ആനന്ദരൂപമായിരിക്കുന്ന ബ്രഹ്മരൂപം, ആ പരബ്രഹ്മസ്വരൂപം, പരമാത്മാവിൻ്റെ സ്വരൂപം ആന്തരം അകക്കണ്ണുകളാൽ, ആന്തരം അന്തർഭാഗം കൊണ്ട്, മനസ്സുകൊണ്ട് അവഭാസതയെ കാണപ്പെടുന്നു എന്നർത്ഥം. ഭഗവാന്റെ കരചരണങ്ങളോടുകൂടിയ ശരീരത്തെ ധ്യാനിക്കുന്ന ആൾക്കാർക്ക് മനസ്സ് നിറയെ പരമാനന്ദം മാധുര്യരസത്താൽ മനസ്സിനെ അപഹരിക്കപ്പെട്ടവരായ ആ ആൾക്കാർക്ക്, ആ യോഗികൾക്ക് അങ്ങയുടെ സാന്ദ്രാനന്ദ സ്വരൂപമായിരിക്കുന്ന പരബ്രഹ്മസ്വരൂപം, അതായത് പരമാത്മസ്വരൂപം അകക്കണ്ണുകളാൽ മനസ്സുകൊണ്ട് കാണപ്പെടുന്നു, മനസ്സിൽ കാണാൻ പറ്റും എന്നർത്ഥം. കണ്ണടച്ച് അങ്ങയെ അങ്ങനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ, കരചരണങ്ങളോടുകൂടിയ അങ്ങയുടെ മൂർത്തിയെ ധ്യാനിച്ചാൽ അങ്ങയുടെ സാന്ദ്രാനന്ദ സ്വരൂപമായിരിക്കുന്നതും പരബ്രഹ്മസ്വരൂപമായിട്ടുള്ളതുമായ ആ രൂപത്തെ മനസ്സിലങ്ങനെ കാണാൻ പറ്റും എന്നാണ് പറയണത്. ഒരു വട്ടം കൂടി പറയാം. ഐ എന്ന് വെച്ചാൽ അല്ലയോ ഭഗവാനെ, ഈദൃശീം സകലമൂർത്തിം ധ്യായതാം. ഇപ്രകാരമുള്ള കരചരണങ്ങളോടുകൂടിയ ശരീരത്തെ ധ്യാനിക്കുന്നവരും.
ഉന്മിഷൻ മധുരതാഹൃതാത്മനാം, വർദ്ധിച്ചു വരുന്ന മാധുര്യരസത്താൽ പരമാനന്ദരസത്താൽ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയവരുമായ ആൾക്കാർക്ക്, ജനങ്ങൾക്ക്, യോഗികൾക്ക് എന്നൊക്കെ പറയാം. തേ അങ്ങയുടെ സാന്ദ്രമോദ രസരൂപം, സാന്ദ്രാനന്ദരൂപമായിരിക്കുന്ന ബ്രഹ്മരൂപം, പരബ്രഹ്മസ്വരൂപം, ആന്തരം അകക്കണ്ണുകളാൽ എന്നുവെച്ചാൽ മനസ്സുകൊണ്ട് അവഭാസതേ കാണപ്പെടുന്നു. ഇതാണ് സവികൽപ്പ സമാധി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒന്നുകൂടി ചൊല്ലാം. ധ്യായതാം സകലമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃതാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേവ ഭാസത്തെ. ഇനി നമുക്ക് അടുത്ത ശ്ലോകം, 7ാമത്തെ ശ്ലോകം നോക്കാം. തൽസമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിമയി വിശ്വനായക ആശ്രിതാ പുനരത പരിച്യുതാ വാരഭേമഹി ച ധാരണാദികം. ഒരു വട്ടം കൂടി ചൊല്ലാം. തൽസമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിമയി വിശ്വനായക ആശ്രിതാ പുനരത പരിച്യുതാ വാരഭേമഹി ച ധാരണാദികം. പദച്ഛേദം ചെയ്യാം. തൽസമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിം അയി, ത്വൽസമാധിമയി, ത്വൽസമാധിം അയി. വിശ്വനായക സംബോധന പ്രഥമയാണത്. ആശ്രിതാഹ പുനഃ പ്ലസ് അതഃ പുനരതഃ, പുനഃ പ്ലസ് അതഃ പുനരതഃ. പരിച്യുതാ വാരഭേമഹി, പരിച്യുതൗ പ്ലസ് ആരഭേമഹി, പരിച്യുതൗ പ്ലസ് ആരഭേമഹി, പരിച്യുതാവാരഭേമഹി ച ധാരണാദികം. നമുക്ക് ഓരോ വാക്കിൻ്റെയും അർത്ഥം പറയാം. തൽ സമാസ്വദനരൂപിണീം സ്ഥിതിം. തദ് എന്ന് വെച്ചാൽ അത് എന്നർത്ഥം. സമാസ്വദന വെച്ചാൽ ആസ്വദിക്കുക എന്നർത്ഥം. തത് സമാസ്വദന രൂപിണി. തത് അതിനെ, അതിനെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ് അല്ലേ, ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ശ്ലോകത്തിൽ ധ്യാനമാണ് ചെയ്യുന്നത്. ഭഗവാനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ മനസ്സിൽ ഭഗവാന്റെ ആ പരബ്രഹ്മസ്വരൂപം വിളങ്ങുന്നു എന്ന് പറഞ്ഞു, കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ തത് അതിനെ, ആ വിശ്വബ്രഹ്മത്തെ, ആ പരബ്രഹ്മത്തെ സമാസ്വദനം ആസ്വദിക്കുകയാണ്. ഭഗവാന്റെ ആ രൂപം, ആ പരബ്രഹ്മ രൂപം അങ്ങനെ മനസ്സുകൊണ്ട് കാണാൻ പറ്റുമ്പോൾ കണ്ണടച്ച് അതിനെ അങ്ങനെ ആസ്വദിക്കുന്ന രൂപിണിയും, രൂപത്തിലുള്ള സ്ഥിതിയെ, ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും കാലം നമ്മൾ പണിപ്പെട്ട് വീണ്ടും 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 മനസ്സിനെ കൊണ്ടുവന്ന് ധ്യാനിച്ച് അവസാനം എന്താ ഭഗവാനെ നമുക്ക് മനസ്സിലിങ്ങനെ കാണാൻ പറ്റുകയാണ്. അപ്പോൾ ആ കാണാൻ പറ്റുന്ന അങ്ങയുടെ ആ സ്വരൂപത്തെ ആസ്വദിക്കുകയാണ്. ആസ്വദിക്കുന്ന രൂപത്തിലുള്ള ആ സ്ഥിതി ഉണ്ടല്ലോ, യോഗികളുടെ ആ സ്ഥിതി, അതിനെ. അടുത്ത വാക്ക് ത്വൽസമാധിം. ത്വത് നിൻ്റെ, സമാധി നിന്നിലുള്ള സമാധിയെ. അടുത്ത വാക്ക് അയി അല്ലയോ. വിശ്വനായക വിശ്വത്തിൻ്റെ നായക, ലോകത്തിൻ്റെ നായക ഭഗവാനെ എന്നർത്ഥം. ആശ്രിതാഹ ആശ്രയിച്ചവർ, പുനഃ വീണ്ടും, പിന്നെ, അതഹ അതിൽ നിന്ന്, അതഹ അതിൽ നിന്ന്, പരിച്യുതൗ. പരിച്യുതൗ എന്ന് വെച്ചാൽ ച്യുതി വരിക, നാശം വരിക. ച്യുതി വന്നാൽ വ്യതിചലിച്ചു പോയാൽ,
ആരഭേമഹി ച ആരംഭിക്കുകയും ചെയ്യാം. എന്തൊക്കെ ആരംഭിക്കാം? ധാരണാധികം, ധാരണ തുടങ്ങിയ കാര്യങ്ങൾ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഉറക്കം വന്നിട്ടോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പല വിഷയങ്ങളിലേക്ക് പോയിട്ടോ നമ്മളുടെ ധ്യാനത്തിന് ചിലപ്പോൾ ഭംഗം നേരിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പഴയതുപോലെ അഷ്ടാംഗയോഗത്തിലുള്ള ആ ബ്രഹ്മചര്യ ദൃഢതാദിപര്യമൈഹി ആപ്ലവാദി നിയമൈഹി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം. നിയമമൊക്കെ ഓൾറെഡി ഉണ്ട്. ആസനം നമുക്ക് ശരിക്കും ഇരിക്കാം. പിന്നെ വീണ്ടും നമുക്ക് പ്രാണായാമം ചെയ്യുന്നു, പ്രത്യാഹാരം ചെയ്യുന്നു. അങ്ങനെയില്ലല്ലോ, കുറേ കാര്യങ്ങൾ. അതെല്ലാം ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് ധാരണാധികം, ധാരണ വീണ്ടും 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 അത് ആവർത്തിച്ച് ചെയ്യാം. ആരഭേമി, ധാരണ തുടങ്ങിയ അഷ്ടാംഗയോഗത്തെ ആരഭേമഹി ആരംഭിക്കാം എന്നർത്ഥം. ഇനി നമുക്ക് അന്വയക്രമത്തിൽ അർത്ഥം നോക്കാം. ഐ വിശ്വനായക, അല്ലയോ വിശ്വത്തിൻ്റെ നായക, അല്ലയോ ഗുരുവായൂരപ്പ ഭഗവാനെ, തൽ സമാസ്വദനരൂപിണീം, തത് അത് എന്നുവെച്ചാൽ ആ വിശ്വബ്രഹ്മത്തെ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടുല്ലോ. ആ ബ്രഹ്മരൂപമായിട്ടുള്ള അങ്ങയുടെ ആ രൂപം എൻ്റെ മനസ്സിൽ അങ്ങനെ അകക്കണ്ണുകൊണ്ട് ഞാൻ കണ്ടു എന്ന് പറയും. കാണാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം അതിൽ നമ്മൾ ആസ്വദിക്കുകയാണ്. ആ ബ്രഹ്മത്തെ, ആ വിശ്വബ്രഹ്മത്തെ സമാസ്വദന രൂപിണി, ആസ്വദിക്കുന്ന രൂപത്തിലുള്ള സ്ഥിതിയെ. ഭഗവാന്റെ രൂപം മനസ്സിലങ്ങനെ വിളങ്ങുകയാണ്. അങ്ങനെ വിളങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ആസ്വാദനം, ഭഗവാന്റെ രൂപം നമ്മുടെ മനസ്സിനുള്ളിൽ അകക്കണ്ടുകൊണ്ട് അങ്ങനെ കാണാൻ സാധിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ആ ആസ്വാദന രൂപമായിട്ടുള്ള സ്ഥിതി ഉണ്ടല്ലോ, ആ സ്ഥിതി, അങ്ങനെയുള്ള സ്ഥിതിയായ ത്വൽ സമാധിം, നിന്നിലുള്ള സമാധിയെ, ആ സമാധിയെ ആശ്രിതാഹ, ആശ്രയിച്ചവരായ ഞങ്ങൾ എന്നർത്ഥം. ആ വിശ്വബ്രഹ്മത്തെ ആസ്വദിക്കുന്ന രൂപത്തിലുള്ള സ്ഥിതിയായ നിന്നിലുള്ള സമാധിയെ ആശ്രിതാഹ, ആശ്രയിച്ചവരായ ഞങ്ങൾ, അടിയങ്ങൾ, പുനഃ പിന്നെ, അധഃ പരിച്യുതൗ, അതിൽ നിന്നും, ആ സമാധിയിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ, പെട്ടെന്ന് നമ്മളുടെ ഉറക്കം കൊണ്ടോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലേക്കുള്ള വീണ്ടും പോക്കുകൊണ്ടോ, അധഃ പരിച്യുതൗ, അതിൽ നിന്ന്, ആ സമാധിയിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ, പരിച്യുതി വന്നാൽ, പുനഃ വീണ്ടും ധാരണാധികം ആരഭേമഹി, ധാരണ തുടങ്ങിയ അഷ്ടാംഗയോഗത്തെ ആരംഭിക്കാം എന്നർത്ഥം. ഇപ്പോൾ ഉറക്കം തുടങ്ങിയിട്ടുള്ളതൊക്കെ വന്നാൽ നമ്മൾ വീണ്ടും ധാരണ തുടങ്ങിയിട്ടുള്ള അഷ്ടാംഗയോഗം കൊണ്ട് നമുക്ക് വീണ്ടും ധ്യാനം ആരംഭിക്കാം എന്നർത്ഥം. ഇനി എപ്പോഴാണോ ഉറക്കം തുടങ്ങിയ വിഘ്നങ്ങൾ കൊണ്ട് ബാധിക്കാത്ത ചിത്തം ബ്രഹ്മത്തിൽ ലയിക്കുന്നത്, അതിന് നിർവികൽപ്പ സമാധി എന്ന് പറയുന്നു. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. ഐ വിശ്വനായക, അല്ലയോ വിശ്വത്തിൻ്റെ നായക ഭഗവാനെ ഗുരുവായൂരപ്പ, തൽ സമാസ്വദന രൂപിണി, ആ വിശ്വബ്രഹ്മത്തെ ആസ്വദിക്കുന്ന രൂപത്തിലുള്ള സ്ഥിതിയായ ത്വൽ സമാധിം, നിന്നിലുള്ള സമാധിയെ, ആശ്രിതാഹ, ആശ്രയിച്ചവരായ വയം, ഞങ്ങൾ, അധഃ പരിച്യുതൗ, അതിൽ നിന്ന്, ആ സമാധിയിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ, പുനഃ വീണ്ടും ധാരണാധികം, ധാരണ തുടങ്ങിയ അഷ്ടാംഗയോഗത്തെ ആരഭേമഹി ആരംഭിക്കാം എന്നർത്ഥം. അങ്ങനെ വീണ്ടും 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 ഇങ്ങനെ ധാരണ തുടങ്ങിയോണ്ട് ആരംഭിച്ച്, ധാരണ തുടങ്ങിയ അഷ്ടാംഗയോഗം കൊണ്ട് വീണ്ടും ആരംഭിച്ച് ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ, ഇനി ഒരിക്കലും എപ്പോഴാണോ ഉറക്കം തുടങ്ങിയ വിഘ്നങ്ങൾ കൊണ്ട് ബാധിക്കാത്ത ചിത്തം ബ്രഹ്മത്തിൽ ലയിക്കുകയാണെങ്കിൽ അതിന് നിർവികൽപ്പ സമാധി എന്ന് പറയും. നേരെ മറിച്ച് ഉറക്കം തുടങ്ങിയവ കൊണ്ട് വിഘ്നങ്ങൾ വന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ വരണേന് സവികൽപ്പ സമാധി എന്ന് പറയും. മനസ്സിലായോ? ഒരു വട്ടം കൂടി ഞാൻ പറയാം, നോക്കൂട്ടാ. ഐ വിശ്വനായക, അല്ലയോ വിശ്വനായക, തൽ സമാസ്വദന രൂപിണീം സ്ഥിതിം
ത്വൽ സമാധിം, ആ വിശ്വബ്രഹ്മത്തെ ആസ്വദിക്കുന്ന രൂപത്തിലുള്ള സ്ഥിതിയായ നിന്നിലുള്ള സമാധിയെ, എന്നുവെച്ചാൽ സവികൽപ്പ സമാധിയെ ആശ്രയിച്ചവരായ ഞങ്ങൾ ആ സമാധിയിൽ നിന്ന് പരിച്യുതി വന്നാൽ, വ്യതിചലിച്ചു പോയാൽ, പഴയ പോലെ ആയാൽ പുനഃ വീണ്ടും ധാരണാധികം, ധാരണ തുടങ്ങിയിട്ടുള്ള അഷ്ടാംഗയോഗത്തെ, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, അങ്ങനെ വീണ്ടും നമ്മൾ ആരംഭിക്കാം. ധാരണ തുടങ്ങിയിട്ടുള്ള അഷ്ടാംഗയോഗത്തെ വീണ്ടും നമ്മൾ ആരംഭിക്കാം എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളാൽ ആകർഷിക്കപ്പെട്ടാലും അതിലൊന്നും ബാധിക്കാതിരിക്കുകയാണെങ്കിൽ ആ സമാധിക്ക് നിർവികൽപ്പ സമാധി എന്നാണ് പറയുക കേട്ടോ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം കേട്ടോ. തൽസമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിമയി വിശ്വനായക, ആശ്രിതാ പുനരദ പരിച്യുതാവാരഭേമഹി ച ധാരണാദികം. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം കേട്ടോ. ഇത്തമഭ്യസന നിർഭരോല്ലസത്വൽപരാത്മസുഖകൽപ്പിതോത്സവാ മുക്തഭക്തകുലമൗലിതാം ഗതാഃ സഞ്ചരേമ ശുകനാരദാദിവത്. ഒന്നുകൂടി ചൊല്ലാം. ഇത്തമഭ്യസന നിർഭരോല്ലസത്വൽപരാത്മസുഖ കൽപ്പിതോത്സവാ മുക്തഭക്തകുലമൗലിതാം ഗതാഃ സഞ്ചരേമ ശുകനാരദാദിവത്. പദച്ഛേദം. ഇത്തം അഭ്യസന നിർഭരോല്ലസത്വൽപരാത്മസുഖകൽപ്പിതോത്സവാഃ മുക്തഭക്തകുലമൗലിതാം ഗതാഃ സഞ്ചരേമ ശുകനാരദാദിവത്. ഇത്തം പ്ലസ് അഭ്യസന നിർഭരോല്ലസത്വൽപരാത്മസുഖ കൽപ്പിതോത്സവാഹ. അപ്പം ഇത്തം പ്ലസ് അഭ്യസന, ഇത്തം അഭ്യസന എന്ന് വരും. പിന്നെ ഗതാസഞ്ചരേമ, ഗതാഹ പ്ലസ് സഞ്ചരേമ, ഗതാസഞ്ചരേമ. 2 പദച്ഛേദമേ ഉള്ളൂ. പദങ്ങളുടെ അർത്ഥം നോക്കാം. ഇത്തം ഇപ്രകാരം, അഭ്യസന നിർഭരോല്ലസത് ത്വൽപരാത്മസുഖ കൽപ്പിതോത്സവാഹ. അഭ്യസനം അഷ്ടാംഗയോഗങ്ങളുടെ, ധാരണ തുടങ്ങിയ അഷ്ടാംഗയോഗങ്ങളുടെ അഭ്യാസത്താൽ, നിർഭരോല്ലസത് ത്വൽപരാത്മസുഖ കൽപ്പിതോത്സവാഹ അഷ്ടാംഗയോഗങ്ങളുടെ അഭ്യാസത്താൽ കൈവന്നിരിക്കുന്ന ത്വൽപരാത്മസുഖ കൽപ്പിതോത്സവാഹ. ത്വൽപരാത്മം അങ്ങയുടെ പരമാത്മ അനുഭവം, അങ്ങയുടെ പരമാത്മ സുഖം, പരമാത്മ അനുഭവ രൂപമാകുന്ന പരമാനന്ദത്തോടു കൂടിയ ഞാൻ അല്ലെങ്കിൽ അടിയങ്ങൾ, മുക്ത ഭക്ത കുല മൗലിതാം ഗതാഹ മുക്തന്മാരുടെയും ജീവൻ മുക്തന്മാരുടെയും ഭക്തന്മാരുടെയും കുലത്തിന്, വംശത്തിന്, മൗലിതാം, മൗലി എന്ന് വെച്ചാൽ ശിരോലങ്കാരം, അവരുടെ ശിരസിന് അലങ്കാരമായ ഏറ്റവും ശ്രേഷ്ഠന്മാരായി തീർന്നിട്ട്, ശുക നാരദാദിവത്, ശുകനും നാരദനെയൊക്കെ പോലെ, വധുജ പോലെ, ശുക നാരദാദിവത് ശുകനെയും നാരദനെയും പോലെ, സഞ്ചരേമ സഞ്ചരിക്കും, നാട് തോറും ലോകങ്ങൾ തോറും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് ഇവിടെ പറയണത് വീണ്ടും വീണ്ടും ഉറക്കം അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളിലേക്കുള്ള ആസക്തി കാരണം വീണ്ടും വീണ്ടും എനിക്ക് സമാധി കൈവരാതെ അതിൽ നിന്നും പരിച്യുതി വരികയാണെങ്കിൽ വീണ്ടും വീണ്ടും ഞാൻ അഷ്ടാംഗയോഗകളുടെ അഭ്യാസം കൊണ്ട് വീണ്ടും എനിക്ക് അങ്ങയുടെ ആ സമാധിയിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ അങ്ങയുടെ പരമാത്മ അനുഭവമാകുന്ന, പരമാത്മ സുഖമാകുന്ന പരമാനന്ദത്തോടുകൂടി ഞാനും മുക്തന്മാരുടെയും ഭക്തന്മാരുടെയും കുലത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ട്
ശുകനെപ്പോലെയും നാരദനെപ്പോലെയും ലോകമെമ്പാടും സഞ്ചരിക്കും. മുക്തന്മാരിലും ഭക്തന്മാരിലും ഏറ്റവും ശിരോമണികളാണ് ശുകനും നാരദനും ഒക്കെ. അതുപോലെ ഞാനും എല്ലായിടത്തും സഞ്ചരിക്കും എന്നാണ് പറയുന്നത്. നോക്കൂ, ഇത്തം ഇപ്രകാരം നേരത്തെ പറഞ്ഞ സമാധി അവസ്ഥയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അഭ്യസന നിർഭരോല്ലസത് ത്വൽപരാത്മസുഖ കൽപ്പിതോത്സവാഹ, അഷ്ടാംഗയോഗങ്ങളുടെ അഭ്യാസത്താൽ കൈവന്നിരിക്കുന്ന അങ്ങയുടെ അങ്ങയുടെ പരമാത്മാവാകുന്ന അനുഭവം. അങ്ങ് പരമാത്മാവെന്ന് പറഞ്ഞു, പരബ്രഹ്മം എന്ന് പറഞ്ഞില്ലേ, ആ അങ്ങാകുന്ന ആ പരബ്രഹ്മത്തിൻ്റെ അനുഭവരൂപമാകുന്ന അതിൽ നിന്നുണ്ടായ സുഖത്താൽ പരമാനന്ദത്തോടു കൂടിയ ഞങ്ങൾ അടിയങ്ങൾ ഭക്ത കുലമൗലിതാം, മുക്തന്മാരുടെയും ഭക്തന്മാരുടെയും കുലത്തിന് അലങ്കാരമായി തീർന്നിട്ട് ശുകനാരദാദിവത്, ശുകനെപ്പോലെയും നാരദനെപ്പോലെയും ഒക്കെ സഞ്ചരേമ, എല്ലായിടത്തും സഞ്ചരിക്കും എന്നർത്ഥം. അർത്ഥം വളരെ സിമ്പിളാണ്. എനിക്ക് ധ്യാനത്തിൽ അങ്ങനെ ഉറച്ചു നിൽക്കാൻ സാധിച്ചാൽ, നിർവികൽപ്പ സമാധിയിൽ അങ്ങനെ മുഴുകാൻ സാധിച്ചാൽ, ഞാൻ അങ്ങയുടെ പരമാത്മസ്വരൂപമാകുന്ന അങ്ങയുടെ ഉടലിൽ, അങ്ങയുടെ ആ സൗന്ദര്യത്തിൽ, അങ്ങനെ അങ്ങയുടെ ആ സുഖത്തിൽ, അങ്ങനെ ആനന്ദത്തിൽ ആറാടിക്കൊണ്ട് ഞാൻ ശുകനെപ്പോലെയും നാരദനെപ്പോലെയും ഒക്കെ ലോകമെമ്പാടും സഞ്ചരിക്കും. എങ്ങനെ ഭക്തന്മാരുടെയും മുക്തന്മാരുടെയും ഒക്കെ കുലത്തിന് അലങ്കാരമായി തീരും ഞാനും, എന്നിട്ട് അവരെ പോലെ അങ്ങനെ സഞ്ചരിക്കും എന്നാണ് പറയണത്. വളരെ വ്യക്തമാണ് അർത്ഥം. ഇത്തമഭ്യസന നിർഭരോല്ലസത് ത്വൽപരാത്മസുഖ കൽപ്പിതോത്സവാഃ മുക്തഭക്തകുലമൗലിതാം ഗതാഃ സഞ്ചരേമ ശുകനാരദാദിവത്. ഇപ്രകാരം അഷ്ടാംഗയോഗങ്ങളുടെ അഭ്യാസത്താൽ കൈവന്നിരിക്കുന്ന പരമാത്മാവിൻ്റെ അനുഭവരൂപമാകുന്ന പരമാനന്ദ ഉത്സവത്തോടു കൂടിയിരിക്കുന്ന ഞാൻ ഭക്തന്മാരുടെയും മുക്തന്മാരുടെയും കുലത്തിന് ശിരോലങ്കാരമായിരിക്കുന്ന ശുകനാരദാദികളെപ്പോലെ സഞ്ചരിക്കാൻ പോകുന്നു എന്ന്. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. ഇപ്പോൾ നമ്മൾ 8 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഈ 8 ശ്ലോകങ്ങളിൽ നിർവികൽപ്പ സമാധി കൈവരാനായിട്ട് അഷ്ടാംഗയോഗയുടെ അഭ്യസനമാണ് പറഞ്ഞത് മുഴുവനും. ഈ അഷ്ടാംഗയോഗയുടെ നിരന്തരമായ അഭ്യാസം കൊണ്ട് നിർവികൽപ്പ സമാധി ലഭിച്ചു കഴിഞ്ഞാൽ, സമാധി വിജയിച്ചു കഴിഞ്ഞാൽ ആ യോഗി പിന്നെ എങ്ങനെയൊക്കെയാണ് യോഗിയുടെ യാത്ര എന്നാണ് അടുത്ത 7 ശ്ലോകത്തിലൂടെ പറയണത്. ഇനി അടുത്ത ശ്ലോകം ചൊല്ലാം. ത്വൽ സമാധി വിജയേ തുയ പുനർ മംക്ഷുമോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈരുന്നയത്യജ സുഷുമ്നയാശനൈ. ഒന്നുകൂടി ചൊല്ലാം. ത്വൽ സമാധി വിജയേ തുയ പുനർമംക്ഷു മോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈ ഉന്നയത്യജ സുഷുമ്നയാശനൈ. പദച്ഛേദം നോക്കാം. ത്വൽ സമാധി വിജയേ തു യഹ പുനഃ മംക്ഷു പുനർമംക്ഷു മോക്ഷരസികഃ ക്രമേണ വാ യോഗവശ്യം അനിലം ഷഡാശ്രയൈഃ പ്ലസ് ഉന്നയതി പ്ലസ് അജ ഷഡാശ്രയൈരുന്നയത്യജ സുഷുമ്നയാ ശനൈഃ. ഇനി ഒരേ വാക്കിൻ്റെ അർത്ഥം നോക്കാം. ത്വൽ സമാധി വിജയേ. ത്വൽ സമാധി, നിൻ്റെ സമാധി, നിന്നിലുള്ള സമാധി എന്ന് വെച്ചാൽ അങ്ങയിലുള്ള സമാധി, നിർവികൽപ്പ സമാധിയുടെ വിജയത്തിൽ. തു എന്ന് വെച്ചാൽ ആകട്ടെ, യഹ യാതൊരുവനാണോ, യാതൊരു യോഗിയാണോ, പുനഃ പിന്നെ, മംക്ഷു
അങ്ഷു എന്ന് വെച്ചാൽ പെട്ടെന്ന്. മോക്ഷരസിക, മോക്ഷത്തിൽ താല്പര്യമുള്ളവൻ, മോക്ഷം നേടാനായിട്ട് ആഗ്രഹിക്കുന്നവൻ മോക്ഷരസിക. ക്രമേണ, ക്രമത്തിൽ. വാ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എന്നർത്ഥം. മംക്ഷു ക്രമേണ വാ, പെട്ടെന്നോ ക്രമത്തിലോ എന്നർത്ഥം. യോഗവശ്യം അനിലം, യോഗവശ്യം പ്രാണായാമം കൊണ്ട് വശീകരിക്കപ്പെട്ട അനിലം. യോഗവശ്യം, യോഗം പ്രാണായാമം ഒരു യോഗത്തിൽപ്പെട്ട ഒന്നാണ്, അഷ്ടാംഗ യോഗത്തിലെ ഒന്നാണ് പ്രാണായാമം. പ്രാണായാമം കൊണ്ട് വശ്യം വശീകരിക്കപ്പെട്ട നിയന്ത്രിക്കപ്പെട്ട അനിലം, അനിലനെ വായുവിനെ, പ്രാണവായുവിനെ എന്നർത്ഥം. ഷഡാശ്രയൈഹി, ഷഡാശ്രയം, ഷഡ് വെച്ചാൽ 6, ആശ്രയൈഹി 6 ആശ്രയങ്ങളിലൂടെ, 6 ആശ്രയങ്ങളിലൂടെ എന്ന് വെച്ചാൽ ആശ്രയങ്ങൾ ആധാരങ്ങൾ എന്ന് പറയും, ഷഡാധാരങ്ങൾ വഴി എന്നർത്ഥം. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്നീ 6 ആധാരങ്ങളുണ്ട്. മൂലാധാരം വെച്ചാൽ നട്ടെല്ലിൻ്റെ ഏറ്റവും അടിഭാഗമാണ് മൂലാധാരം എന്ന് പറയണത്. കുറച്ചും കൂടി കയറിയിട്ട്, നട്ടെല്ലിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് കുറച്ചും കൂടി കയറിയിട്ട്, അതായത് ജനനേന്ദ്രിയത്തിൻ്റെ തൊട്ട് പിൻഭാഗത്തായിട്ട് ആണ് സ്വാധിഷ്ഠാനം. പിന്നെ നാഭിക്ക് തൊട്ട് പിന്നിലായിട്ടാണ് മണിപൂരകം. നെഞ്ചിൽ, ഹൃദയത്തിന് തൊട്ട് പിന്നിലായിട്ടാണ് അനാഹത ചക്രം. അനാഹത ചക്രം കഴുത്തിൽ, കണ്ഠത്തിൽ ആണ് വിശുദ്ധി ചക്രം. പുരികങ്ങൾക്ക് നടുവിലാണ് ആജ്ഞാചക്രം. അങ്ങനെ 6 ചക്രങ്ങളിലൂടെ കയറിയിട്ട് എന്നർത്ഥം. ഷഡാശ്രയൈഹി 6 ആധാരങ്ങളിലൂടെ ഉന്നയതി ഉയരുന്നു. അജ, അജനായിട്ടുള്ളവനെ, ജനിക്കാത്തവനെ എന്ന് വെച്ചാൽ ആദിയിലും ഏറ്റവും ആദ്യം ഉണ്ടായവനെ എന്നർത്ഥം. അജൻ എന്നും പറയാം. അനാദിയാണ്, അനന്തനാണ് ഭഗവാൻ. ആദിയും ഇല്ല, അന്തവും ഇല്ല. അദ്ദേഹം എന്നിവിടെയുള്ള ആൾ തന്നെയാണ്, നിത്യനായിട്ടുള്ളവനെ എന്നർത്ഥം. അജ. സുഷുമ്നയ, സുഷുമ്നയിലൂടെ, നട്ടെല്ലിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു നാഡിയാണ് സുഷുമ്ന നാഡി. ആ സുഷുമ്ന നാഡിയിലൂടെ. ശനൈഹി, മെല്ലെ മെല്ലെ എന്നർത്ഥം. ഇനി നമുക്ക് അന്വയക്രമത്തിൽ അർത്ഥം പറയാം. ഹേ അജ, അല്ലയോ നിത്യ സ്വരൂപ. യഹ തോ, യാതൊരുവനാണോ, ത്വൽ സമാധി വിജയേ, അങ്ങയിലുള്ള സമാധി, നിർവികൽപ്പ സമാധി വിജയിച്ചു കഴിയുമ്പോൾ, അങ്ങയിലുള്ള നിർവികൽപ്പ സമാധി വിജയിച്ചു കഴിയുമ്പോൾ, മങ്ഷു ക്രമേണ വ മോക്ഷരസിക, ഉടനെ തന്നെയോ അല്ലെങ്കിൽ ക്രമത്തിലോ മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്നത്. 2 തരത്തിൽ മോക്ഷം നേടാം അത്രേ. ഒന്ന് പെട്ടെന്ന് മോക്ഷം നേടാം, സദ്യോമുക്തൻ എന്ന് പറയും. സദ്യഹാച്ച പെട്ടെന്നർത്ഥം. അതാണ് മങ്ഷു, ഉടനെ തന്നെ, പെട്ടെന്ന് മോക്ഷം. അതല്ലെങ്കിൽ ക്രമേണ, ക്രമത്തിൽ മോക്ഷം നേടാത്രേ, ക്രമമോക്ഷം. സദ്യോമുക്തൻ, ക്രമമുക്തൻ എന്ന് പറയുന്നു. അതായത് ഉടനെ തന്നെ വേണോ മോക്ഷം, അതോ മെല്ലെ മെല്ലെ മോക്ഷം മതിയോ? അത് അവരവരുടെ ഇഷ്ടത്തിനാണ്. മോക്ഷരസിക അല്ല, മങ്ഷു ക്രമേണ വ, ഉടനെ തന്നെയോ അല്ലെങ്കിൽ ക്രമത്തിലോ മോക്ഷരസിക, മോക്ഷം നേടാൻ തൽപരനാകുന്നത്. സഹ, അവൻ. യോഗവശ്യം അനിലം, പ്രാണായാമാദികളാൽ വശീകരിക്കപ്പെട്ട, കീഴടക്കിയ അനിലം, വായുവിനെ, പ്രാണവായുവിനെ. ഷഡാശ്രയൈഹി 6 സ്ഥാനങ്ങളിലൂടെ. നേരത്തെ പറഞ്ഞല്ലോ, മൂലാധാരം തൊട്ട് ഏറ്റവും അടിയിൽ നിന്ന് വായുവിനെടുത്തിട്ട്, മൂലാധാരത്തു നിന്ന് വായുവിനെടുത്ത് സ്വാധിഷ്ഠാനം വഴി, മണിപൂരകം വഴി, അനാഹതം വഴി, വിശുദ്ധി വഴി, ആജ്ഞാചക്രം വരെ 6 സ്ഥാനങ്ങളിലൂടെ സുഷുമ്നാ നാഡിയിലൂടെ ഉന്നയതി, സുഷുമ്നയ, സുഷുമ്നാ നാഡിയിലൂടെ ശനൈഹി, മെല്ലെ മെല്ലെ ഉന്നയതി, ഉയർത്തിക്കൊണ്ടുവരുന്നു. മുക്തനാവാനായിട്ട്, മോക്ഷം കിട്ടാനായിട്ട് ഇങ്ങനെയാണ് അത്ര ചെയ്യുക. യോഗവശ്യമായ അനിലനെ, യോഗം കൊണ്ട്, പ്രാണായാമം തുടങ്ങിയിട്ടുള്ള യോഗം കൊണ്ട് അനിലനെ, വായുവിനെ പിടിച്ചു നിർത്തിയിട്ട്, അതിനെ നിയന്ത്രിച്ചിട്ട്, മൂലാധാരം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത്
6 ആശ്രയങ്ങളിലൂടെ 6 ആധാരങ്ങളിലൂടെ സുഷുമ്നാ നാഡി വഴി ഏറ്റവും മുകളിലേക്ക് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നു. ആര്? മോക്ഷരസികൻ, മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവൻ. ഏത് തരം മോക്ഷം? 2 തരം മോക്ഷം ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് ക്രമമുക്തനാണ്, ഒന്ന് സദ്യോമുക്തൻ. ക്രമത്തിൽ മോക്ഷം കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളായാലും പെട്ടെന്ന് മോക്ഷം കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളായാലും ആദ്യം ചെയ്യുന്ന പണി ഇതാണ്. ഒന്നുകൂടി പറയാം. ഹേ അജ, അല്ലയോ നിത്യസ്വരൂപ ഭഗവാനെ ഗുരുവായൂരപ്പ, യാതൊരുവനാണോ അങ്ങയിലുള്ള നിർവികൽപ്പ സമാധി നേടിക്കഴിയുമ്പോൾ ഉടനെ തന്നെയോ അല്ലെങ്കിൽ ക്രമത്തിലോ ഉള്ള മോക്ഷം നേടാൻ തൽപരനാകുന്നത്, അവൻ പ്രാണായാമാദികളാൽ കീഴടക്കിയ പ്രാണവായുവിനെ 6 ആശ്രയങ്ങളിലൂടെ 6 സ്ഥാനങ്ങളിലൂടെ സുഷുമ്നാ നാഡിയിലൂടെ മേൽപോട്ട് ഉയർത്തുന്നു എന്ന് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. വ്യക്തമാണ്. ഇപ്പോൾ ഇനിയുള്ള 7 ശ്ലോകങ്ങൾ 12 സമാധി വിജയെ തൊട്ട് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ള ഇനിയുള്ള 6 ശ്ലോകങ്ങൾ കൂടി ആകെ 7 എണ്ണം എങ്ങനെയാണ് മോക്ഷം കിട്ടാനുള്ള ആൾക്കാർ ചെയ്യുന്നത്, യോഗികൾ ചെയ്യുന്നത് എന്നാണ് പറയണത് കേട്ടോ. സമാധി വിജയം നേടിയ യോഗികളുടെ ഗതിവിഗതികളാണ് ഇതടക്കമുള്ള 7 ശ്ലോകങ്ങൾ. ഇതിൽ മുൻപുള്ള 8 ശ്ലോകങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ് സമാധി കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എങ്ങനെ അഷ്ടാംഗ യോഗ ഉപയോഗിക്കുന്നു എന്ന്. അപ്പോൾ നമുക്കിനി ഒന്നുകൂടി ചൊല്ലാം ഈ ശ്ലോകം. ത്വൽ സമാധി വിജയേതു യഃ പുനർമങ്ഷു മോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷടാശ്രയൈഃ ഉന്നയതി അജ സുഷുമ്നയാ ശനൈഃ. ത്വൽ സമാധി വിജയേതു യഃ പുനർമങ്ഷു മോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷടാശ്രയൈരുന്നയത്യജ സുഷുമ്നയാ ശനൈഃ. വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.